പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ S-400 പരാജയപ്പെടുത്തി നിർവീര്യമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ S-400 സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ ലക്ഷ്യമാക്കി വന്ന പാക് ഡ്രോണുകളും മിസൈലുകളും മറ്റും വെടിവെച്ചു വീഴ്ത്തി. ഓപ്പറേഷനിൽ ലക്ഷ്യങ്ങൾ വിജയകരമായി നിർവീര്യമാക്കി. മെയ് 7-8 തീയതികളുടെ ഇടയിലുള്ള രാത്രിയിൽ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ഛത്തീസ്ഗഡ്, നൽ, ഫലോഡി, ഉത്തരലൈ, ഭുജ് എന്നിവയുൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ ഉന്നമിച്ചുവന്ന മിസൈലുകളും മറ്റും നിർവീര്യമാക്കിയത്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തു വരികയാണ്. വ്യോമസേനയുടെ S-400 സുദർശൻ ചക്ര പാകിസ്ഥാന്റെ എസ്കലേറ്ററി ശ്രമം പരാജയപ്പെടുത്തിയ മിസൈൽ കവചം. പുരാണത്തിലെ സുദർശൻ ചക്രത്തിന്റെ പേരിലുള്ള സുദർശൻ എന്നറിയപ്പെടുന്ന S-400 ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ S-400 സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശത്രുത വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ തടയുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. S-400 സുദർശൻ ചക്ര എന്താണ്? ഇന്ത്യൻ സർവീസിൽ സുദർശൻ എന്നറിയപ്പെടുന്ന S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് ഇന്ത്യൻ വ്യോമസേന ശ്രീകൃഷ്ണന്റെ ആയുധമായ സുദർശൻ ചക്രത്തിന്റെ പേരാണ് നൽകിയത്. ഹിന്ദു മതത്തിൽ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ആയുധമായ സുദർശൻ ചക്ര അതിന്റെ വിനാശകരമായ ശക്തിയും സംരക്ഷിക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ്. ഈ നാമം സിസ്റ്റത്തിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ ശേഷിയെയും അതുപോലെ സാധ്യതയുള്ള സകല ഭീഷണികൾക്കെതിരെയുള്ള പ്രതിരോധത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമാതിർത്തിയെ പ്രതിരോധിക്കുന്നതിൽ സിസ്റ്റത്തിന്റെ പങ്കിനെ പ്രതീകപ്പെടുത്തുന്നതിനും അതിന്റെ കഴിവുകളെ പ്രതിഫലിപ്പിക്കുന്നതിനുമായാണ് S-400 സിസ്റ്റത്തിന് സുദർശൻ എന്ന് പേരിടാൻ വ്യോമസേന തീരുമാനിച്ചത്. വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഓരോ S-400 സ്ക്വാഡ്രോണിലും 2 ബാറ്ററികൾ ഉൾപ്പെടുന്നു. ഓരോന്നിലും 6 ലോഞ്ചറുകൾ, നൂതന റഡാർ, ഒരു ബാറ്ററിയിൽ 128 മിസൈലുകൾ വരെ പിന്തുണയ്ക്കുന്ന ഒരു നിയന്ത്രണ കേന്ദ്രം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വ്യോമ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനുമുള്ള കഴിവിന് പേരുകേട്ടതാണ് സുദർശൻ. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും വിവിധ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാനും കഴിവുള്ള ഒരു ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് S-400. S-400ന് 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഒരേ സമയം 36 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും. S-400 സുദർശന് 400 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ തരം വ്യോമ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും കഴിയും. റഷ്യയിൽ നിന്ന് ഇന്ത്യ S-400 ട്രയംഫ് എന്ന പേരിൽ 5 സ്ക്വാഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. ശേഷമാണ് S-400 സുദർശൻ എന്ന് പേര് മാറ്റുന്നത്. 3 എണ്ണം ഇതിനകം തന്നെ പ്രവർത്തനക്ഷമമാണ്. 2026ഓടെ 2 എണ്ണം കൂടി പ്രതീക്ഷിക്കുന്നു. 5 S-400 സ്ക്വാഡ്രോണുകൾക്കുള്ള 35,000 കോടി രൂപയുടെ കരാർ 2018ലാണ് ഒപ്പുവെച്ചത്. ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള അതിർത്തികളിൽ പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ് S-400ന്റെ ഏറ്റെടുക്കൽ. S-400 സുദർശൻ ചക്രത്തിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗതവും അസമവുമായ വ്യോമ ഭീഷണികൾക്കെതിരെ വിശ്വസനീയമായ പ്രതിരോധം നൽകിയിട്ടുണ്ട്. അതിന്റെ സാന്നിധ്യം ഉടനടിയുള്ള വ്യാപന ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക മാത്രമല്ല, മേഖലയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ പോലും പൊളിച്ചടുക്കി. ഇത് IAFന് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായി മാറി. S-400ന്റെ ട്രാക്കിങ്ങും ഇടപെടലും ഒഴിവാക്കാൻ ആശങ്കാകുലരായ പാക് തങ്ങളുടെ F-16 ഫൈറ്റേഴ്സ് പോലും വിദൂര താവളങ്ങളിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്.